ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം പരിശുദ്ധ സഭ പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുവാൻ തക്കവിധം കാത്തിരിപ്പിന്റെ നാളുകളായി ക്രമീകരിച്ചിരിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത യോഹന്നാന്റെ സുവിശേഷം 14-16 നമുക്ക് ചേർന്ന് ഏകമനസ്സോടെ സ്വരമുയർത്തി മനമുയർത്തി ഈ വചനം വായിച്ച് ധ്യാനിക്കാം. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഹാലേലുയ്യ, ഹാലേലുയ്യ. ദൈവമക്കളെ, എന്നേക്കും ഈ ഭാഗം അടിവരയിട്ട് നമ്മൾ പഠിക്കണം. പുത്രൻ തമ്പുരാൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് മുന്നമേ പറയുകയാണ്, എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും. ഇതൊരു വാഗ്ദത്വമാണ്. ഈ വാഗ്ദത്വ വചനത്തിൻ്റെ നിറവേറാൻ സ്ലീഹന്മാരും പരിശുദ്ധ അമ്മയും പ്രാർത്ഥിച്ചിരിക്കുന്ന നാളുകളാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ തക്കവിധം. ഈ കാലഘട്ടത്ത്, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ, ഈ 2025 നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയോ ഇല്ലയോ, നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമാകുന്ന പാപ സാഹചര്യങ്ങളും പാപത്തിൻ്റെ നീരാളിപ്പിടുത്ത മുഖാന്തരം നാം പോലും അറിയാതെ നമ്മിൽ നിന്ന് ചോർന്നു പോകുന്ന പരിശുദ്ധാത്മാവിനെ വീണ്ടും പ്രാപിക്കുവാൻ തക്കവിധം ദാവീദ് രാജാവ് നിലവിളിച്ചു പറഞ്ഞതുപോലെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഈ ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ വാഗ്ദത്ത വചനം എന്നിലും നിങ്ങളിലും വീണ്ടും പുതുക്കം പ്രാപിക്കുവാൻ തക്കവിധം, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വീണ്ടും ഉജ്ജ്വലിക്കുവാൻ തക്കവിധം, ഈ വാഗ്ദത്ത വചനത്തിൻ്റെ നിറവേറലിനായിട്ട് സ്ലേഹന്മാരും പരിശുദ്ധ അമ്മയും കാത്തിരുന്നതുപോലെ നമുക്കും ഈ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുവാൻ തക്കവിധം മനസ്സിനെ ഒരുക്കാം, ശരീരത്തെ ഒരുക്കാം, ഹൃദയത്തെ ഒരുക്കാം. നമുക്ക് ഒരു നാളിൽ മാമോദിസായിലൂടെ ലഭ്യമായതും ആ കൂദാശയിലൂടെ ലഭ്യമായ അഭിഷേകങ്ങൾ വീണ്ടും ഉജ്ജ്വലിക്കുവാൻ തക്കവിധം കുമ്പസാരത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് പാപങ്ങൾ നെഞ്ചുപൊട്ടി ഏറ്റുപറഞ്ഞുകൊണ്ട് വ്യവസ്ഥ കൂടാതെ പരിശുദ്ധാത്മാവിനോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ബൈബിൾ പാരായണങ്ങൾ ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ട് ദൈവാത്മാവിൽ നിറഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരണം വഴി പുതുക്കം പ്രാപിക്കുവാൻ ഇടയാകട്ടെ. ഈ വചനം ശ്രവിക്കുന്ന ഞാനും ഈ വചനം ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുവാൻ നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.